പ്രവാസ ലോകത്തെ വാർത്തകളിലേക്ക്. ഇന്ത്യ ഇസ്രായേൽ നിക്ഷേപ ഉടമ്പടി ഉടൻ. ഇന്ത്യ സന്ദർശനത്തിനെത്തിയ ഇസ്രായേൽ ധനമന്ത്രി കേന്ദ്ര ധനവാണിജ്യ മന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തും. ഇസ്രായേൽ ധനമന്ത്രി ബെസലേൽ സ്മോട്രിച്ചിന്റെ ഇന്ത്യ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നിക്ഷേപ ഉടമ്പടിക്ക് വഴിയൊരുക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറിന് കൂടുതൽ കരുത്തേകുന്നതാവും വ്യാപാര ഉടമ്പടി. ഇന്ത്യ ഇസ്രായേൽ സാമ്പത്തിക ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിനും സ്വതന്ത്ര വ്യാപാര കരാറിന് മുന്നോടിയായുള്ള ചർച്ചകൾക്കും ഇസ്രായേൽ ധനമന്ത്രിയുടെ സന്ദർശനം സഹായകമാകും. ഈ വർഷം ഇന്ത്യ സന്ദർശിക്കുന്ന 4ാമത്തെ ഇസ്രായേൽ മന്ത്രിയാണ് സ്മോട്രിച്ച്. ടൂറിസം, വ്യവസായ, കൃഷി മന്ത്രിമാർ നേരത്തെ സന്ദർശനം നടത്തിയിരുന്നു. ഇരു രാജ്യങ്ങളിലെയും നിക്ഷേപകരെ സംരക്ഷിക്കുന്നതിനാണ് ഉഭയകക്ഷി നിക്ഷേപ ഉടമ്പടി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇന്ത്യ ഇസ്രായേൽ വാർഷിക വ്യാപാരം ഏകദേശം $4 ബില്യൺ. 2000 മുതൽ 2025 വരെ ഇന്ത്യയുടെ നിക്ഷേപം $443 മില്യൺ. ഇസ്രായേൽ ഇന്ത്യയിൽ $334.2 മില്യൺ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. യൂറോപ്പിലെ ഏതു സ്ഥലത്തേക്കും ഒരേ ടിക്കറ്റ് നിരക്കുമായി എയർ ഇന്ത്യ. യൂറോപ്യൻ ഓഫറുമായി എയർ ഇന്ത്യയുടെ വൺ ഇന്ത്യ സെയിൽ ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം എയർ ഇന്ത്യയുടെ വെബ്സൈറ്റിലും മൊബൈൽ ആപ്പിലുമാണ് ഓഫർ ആദ്യമായി അവതരിപ്പിച്ചത്. സെപ്റ്റംബർ 11 വരെ ട്രാവൽ ഏജന്റുമാർ, എയർപോർട്ട് ടിക്കറ്റിംഗ് കൗണ്ടറുകൾ, കസ്റ്റമർ കോൺടാക്ട് സെന്റർ എന്നിവയുൾപ്പെടെയുള്ള എല്ലാ ബുക്കിംഗ് ചാനലുകളിലും ഓഫർ നിരക്കിൽ ടിക്കറ്റുകൾ ലഭിക്കും. പരിമിതമായ സീറ്റുകളാണ് ഓഫറിലുള്ളത്. അടുത്ത മാർച്ച് 31 വരെ ഓഫർ നിരക്കിൽ ടിക്കറ്റ് എടുക്കാം. കൂടാതെ ഫ്ലൈ AI എന്ന പ്രൊമോ കാർഡ് ഉപയോഗിച്ചാൽ $3000 വരെ അധിക കിഴിവും നേടാം. വൺ ഇന്ത്യ ഫെയർ സെയിലിന്റെ ഭാഗമായി ഇന്ത്യയിലെ ഏതെങ്കിലും നഗരത്തിൽ നിന്നും യൂറോപ്പിലെ ഏതെങ്കിലും കേന്ദ്രത്തിലേക്കുള്ള റൗണ്ട് ട്രിപ്പ് ടിക്കറ്റുകൾക്ക് ഒരേ നിരക്കായിരിക്കും. ഒരു ടിക്കറ്റിന് എക്കണോമി ക്ലാസ്സിൽ $47,000 നിരക്ക്. പ്രീമിയം എക്കണോമിക്ക് $70,000 ബിസിനസ് ക്ലാസിന് $140,000 ടിക്കറ്റ് നിരക്ക്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുവൈറ്റിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർക്ക് ലൈസൻസ് നിർബന്ധമാക്കി. സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളിലൂടെ പരസ്യം ചെയ്യുന്നതിനാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. കുവൈറ്റ് വാണിജ്യ വ്യവസായ വിവര മന്ത്രാലയത്തിൽ നിന്നാണ് ലൈസൻസ് എടുക്കേണ്ടത്. ഓൺലൈൻ പോർട്ടലിലൂടെ പരസ്യം ചെയ്യുന്ന സെലിബ്രിറ്റികളും പ്രത്യേക ലൈസൻസ് എടുക്കണം. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെക്കുറിച്ച് ധാരാളം പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് നടപടി. സമൂഹ മാധ്യമങ്ങളിലെ പരസ്യങ്ങൾ അധികൃതർ പരിശോധിക്കുന്നതാണ്. നിയമലംഘകർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. ഇൻഫ്ലുവൻസർമാർക്ക് ലൈസൻസ് നിർബന്ധമാക്കിയത് സംബന്ധിച്ച് മികച്ച പ്രതികരണമാണ് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ട്രംപിൻ്റേത് ശരിയായ തീരുമാനമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. ഇന്ത്യക്കെതിരെ വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ച ട്രംപിനെ പിന്തുണച്ച് സെലൻസ്കി. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന ഇന്ത്യക്കെതിരെ തീരുവ ഏർപ്പെടുത്തിയ ട്രംപിന്റെ തീരുമാനം ശരിയാണെന്നായിരുന്നു സെലൻസ്കിയുടെ പ്രതികരണം. റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യ മധ്യസ്ഥ ചർച്ചകൾക്ക് തയ്യാറായി മുന്നോട്ട് വരുന്നതിനിടയിലാണ് സെലൻസ്കിയുടെ പ്രതികരണം. റഷ്യക്കെതിരെ കൂടുതൽ ഉപരോധത്തിന് ട്രംപ് ഭരണകൂടം തീരുമാനമെടുത്തിരുന്നു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ തുടരുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യക്കുമേൽ ട്രംപ് അധിക തീരുവ ചുമത്തിയത്. ഇന്ത്യക്ക് 50% തീരുവ ട്രംപ് ഏർപ്പെടുത്തിയിരുന്നു. ഇനിയും കടുത്ത തീരുമാനമുണ്ടാകുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.